ഈ വാർത്താ ദിനത്തിലെ 10 പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. PM ശ്രീ വിഷയത്തിൽ CPI നിലപാട് കടുപ്പിക്കുന്നതിനിടെ CPMന്റെ സമ്മർദ്ദ നീക്കങ്ങൾ. എറണാകുളത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത നെല്ല് സംഭരണ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. മില്ലുടമകളെ ക്ഷണിക്കാത്തതിൽ CPI മന്ത്രിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി. യോഗം ഒഴിവാക്കി മുഖ്യമന്ത്രി മടങ്ങുകയും ചെയ്തു. കൃഷി വകുപ്പിന് കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ സമരം ശക്തമാക്കി SFIയുടെ നീക്കം. ഫീസ് വർധനയ്ക്കെതിരെ ഇന്ന് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. PM ശ്രീ വിഷയത്തിൽ CPI നിലപാട് കടുപ്പിക്കുമ്പോൾ CPM നടത്തുന്ന ചില നീക്കങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇന്ന് വലിയ ചർച്ചയായി. ഈ സീസണിലെ നെല്ല് സംഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗം അവസാന നിമിഷം മുഖ്യമന്ത്രി ഒഴിവാക്കിയത് ഇതിന്റെ ഭാഗം. യോഗം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഗസ്റ്റ് ഹൗസിൽ ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടായി. മില്ലുടമകളെ ക്ഷണിക്കാത്തതിൽ CPI മന്ത്രിമാരോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. യോഗ തീരുമാനം മില്ലുടമകളെ അറിയിക്കാം എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയില്ല. ഇതോടെ യോഗം മാറ്റിവെക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി മടങ്ങി. മന്ത്രിമാരായ KN ബാലഗോപാലും K കൃഷ്ണൻകുട്ടിയും P പ്രസാദും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മില്ലുകാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ട്. അക്കാര്യത്തോടുകൂടി അതിനുശേഷം ഗവൺമെൻറ് എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് അക്കാര്യം നാളെത്തരം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. കൃഷി വകുപ്പിന്റെ ഭാഗമായ കാർഷിക സർവകലാശാലയെ സമരകേന്ദ്രമാക്കി SFI ആണ് മറ്റൊരു നീക്കം നടത്തിയത്. ഫീസ് വർധനയ്ക്കെതിരായ SFI സമരം സംഘർഷത്തിൽ കലാശിച്ചു. മണ്ണുത്തി ക്യാമ്പസ് വളഞ്ഞ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഫീസ് ഉയർത്തിയതിനെതിരായ SFI സമരം ഇന്ന് രൂക്ഷമായത് CPI മന്ത്രിയെ ലക്ഷ്യം വെച്ചെന്നുറപ്പിക്കാം. ഫീസ് ഘടനയിൽ ഭേദഗതിയാകാം എന്ന പ്രഖ്യാപനവുമായി മന്ത്രി P പ്രസാദ് SFIയെ അനുനയിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. സർവകലാശാല ഒരു ഫീസ് സ്ട്രക്ചർ മുമ്പോട്ടേക്ക് വെച്ചിരുന്നു. ആ കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തൊരു ചർച്ച നടത്തുന്നതിനിടയിലാണ് കോടതിയിലേക്ക് ഈ സംഭവം പോയത്. ഞാൻ മനസ്സിലാക്കും വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് കോടതിയിൽ സമീപിച്ചത്. അപ്പോൾ കോടതിയുടെ പെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെയും ഇതിനകത്തൊരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ നയം അനുസരിച്ച് 2023 കാർഷിക സർവകലാശാല നിയമനം നടത്തിയെന്ന വിവരവും ഇന്ന് പുറത്തു വന്നു. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിലാണ് നിയമനം നടന്നത്. ഈ വിവരം ഇന്ന് പുറത്തു വന്നതും CPI പ്രതിരോധത്തിലാക്കി. പൊളിറ്റിക്കൽ ഡെസ്ക് 24. PM ശ്രീ വിവാദത്തിൽ CPMന്റെ അനുനയ നീക്കം പാളുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. 2 അംഗ ഉപസമിതിയെ നിയോഗിക്കാമെന്ന MA ബേബിയുടെ നിർദ്ദേശത്തിന് CPI ഉപാധി വെച്ചു. ഉപസമിതിക്ക് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തിന് കത്തയക്കണം എന്നുമാണ് ആവശ്യം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. നവംബർ 4 ചേരുന്ന സംസ്ഥാന കൗൺസിൽ അതിനിർണായകമാകും. വിജയകുമാർ, രണ്ടാം പിണറായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി PM ശ്രീ പദ്ധതി വിവാദം മാറി എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യം മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കം പാളിയിരുന്നു. പിന്നാലെ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഒരു അനുനയ നീക്കം നടത്തി ഒരു പ്രത്യേക സബ് കമ്മിറ്റി, 2 അംഗ സബ് കമ്മിറ്റിയെ കൊണ്ടുവരാം, ഇത് നിരീക്ഷിക്കാൻ മന്ത്രിസഭയോ ഇടതുമുന്നണിയോ തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യം CPIക്ക് മുന്നോട്ട് വെച്ചു. പക്ഷേ CPI ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അത് അംഗീകരിക്കേണ്ട പകരം നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കാമെന്നതാണ്. ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇടതുപക്ഷ നയം വിജയിക്കും. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല, മാറി നിൽക്കില്ല, ഇല്ല, അതിലേക്കൊന്നും എത്തിയില്ലല്ലോ. അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഭരണത്തെ ബാധിക്കുകയില്ല. ഇല്ല, ഞങ്ങളതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടില്ല. ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഇപ്പം പോയിട്ടില്ല. അതൊന്നും പറയില്ല. അതെല്ലാം പാർട്ടി സെക്രട്ടറി.
CPIM CPIക്ക് മുന്നോട്ട് വെച്ച നിബന്ധനയിൽ CPIയുടെ നിലപാട് ഇത് സംബന്ധിച്ച് മരവിപ്പിക്കാൻ വേണ്ടി കത്തെഴുതണം. ഇവിടുത്തെ മന്ത്രിസഭ സർക്കാർ കത്തെഴുതണം. കത്തെഴുതിയാൽ മാത്രം പോരാ, മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കത്ത് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നാണ് CPIയുടെ ആവശ്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയോ മുഖ്യമന്ത്രിയോ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാട് കഴിഞ്ഞ ദിവസം ചേർന്ന CPIMന്റെ സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ അനിശ്ചിതത്വം മറികടക്കാൻ സാധിക്കുമെന്നതാണ് CPIM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച എന്ന് പറഞ്ഞു. നവംബർ 4 ചേരുന്ന CPIയുടെ നിർവാഹക സമിതി യോഗം വളരെ നിർണായകമാണ്. അതിനു മുൻപേ തന്നെ കേരള നിയമസഭയിൽ പ്രത്യേക നിയമസഭാ സമ്മേളനമുണ്ട്. അതൊക്കെ തന്നെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? മുന്നണിയിലെ ഒരു ഉത്തരവാദിത്തമില്ലായ്മയായ രീതിയിൽ ഇത് BJPയും പ്രതിപക്ഷവും ആ രീതിയിലുള്ള പ്രചരണം നടത്തും. അതിനിടയിൽ എങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്നതാണ് CPM പാളയത്തിലെ ഇപ്പോഴത്തെ അനുനയ ചിന്ത. തിരുവനന്തപുരത്തു നിന്നും മനീഷ് മഹിവാൽ, 24. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത ചുഴലിക്കാറ്റ് കര തൊട്ടു. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിലാണ് ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നത്. മണിക്കൂറിൽ ഏകദേശം 110 കിലോമീറ്റർ വരെ വേഗത്തിലാകും ആദ്യ മണിക്കൂറുകളിൽ മോൺത വീശിയടിക്കുക എന്നാണ് മുന്നറിയിപ്പ്. ആന്ധ്രയിലും തെക്കൻ ഒഡീഷ തീരത്തും തമിഴ്നാട്ടിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 30,000-ഓളം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിരവധി ട്രെയിൻ വിമാന സർവീസുകൾ റദ്ദാക്കി. ഏറ്റവും പുതിയ വിവരങ്ങൾ മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകും. റഹീസ്, എന്താണ് സാഹചര്യം? രാത്രിയിൽ അത് തീരം തൊട്ടിരിക്കുന്നു. അത് ഏതാണ്ട് 100-110 കിലോമീറ്റർ വേഗതയിൽ തീരത്തടിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തെങ്കിലും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നോ? വിജയകുമാർ, മോന്ത ചുഴലിക്കാറ്റ് അതിൻ്റെ ഒരു സ്വഭാവത്തിൽ, അതിൻ്റെ ഒരു വേഗതയിൽ തീരത്തേക്ക് അടിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ട്. മച്ചിലിപട്ടണത്തിന് അടുത്തായിട്ടാണ് ഈ ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. അതിനുശേഷം ഇപ്പോൾ സമീപ ജില്ലകളിലൊക്കെയും ശക്തമായ മഴ പെയ്യുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. 13 ജില്ലകളിലാണ് പ്രധാനമായിട്ടും അതിശക്തമായ മഴ പെയ്യുന്നത്. മറ്റ് 8 ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 21 ജില്ലകളെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ആന്ധ്രയിൽ ഈ ഒരു ചുഴലിക്കാറ്റ് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒഡീഷയിൽ 8 ജില്ലകളിൽ സാരമായ മഴ, അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 2 സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് 10-30ഓളം ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാറ്റും തീവ്രമായി അടിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ 3 ജില്ലകളിലായി പലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പല ജില്ലകളിലും വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഈ ജില്ലകളിലൊക്കെയും പ്രകടമാണ്. അതിനപ്പുറത്തേക്ക് ഈ 50,000-ഓളം ആളുകളെ, ഏറ്റവും ഒടുവിൽ വന്ന അപ്ഡേറ്റ് അനുസരിച്ച് 50,000-ഓളം ആളുകളെയാണ് ഈ 2 സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റിയിരിക്കുന്നത്, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ അത് മാറുന്നു. SDRFിന്റെയും NDRFിന്റെയും സംഘങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്, സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. ഒപ്പം വില്ലേജ് റെസ്പോൺസ് ടീമും ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ 2 സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ അതത് കേന്ദ്രങ്ങളിൽ ഇരുന്ന് ഓരോ പ്രദേശങ്ങളിലെയും സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, മതിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും അടുത്ത 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ വലിയ അതിനിർണായകമായിട്ടുള്ള സമയമാണ്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടാകുമെന്ന് അറിയുന്നതും ഈ സമയത്ത് തന്നെയാണ്. എന്തായാലും ആന്ധ്രാപ്രദേശും ഒഡീഷയും അതീവ ജാഗ്രതയിലാണ്. വിജയകുമാർ, അടുത്ത 2-3 മണിക്കൂർ വളരെ നിർണായകമാണ്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ ഉണ്ടായി എന്നൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. 50,000-ഓളം പേരെ വിവിധ കേന്ദ്രങ്ങളിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആഘാതത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാനുള്ള നീക്കങ്ങൾ സംസ്ഥാന ഭരണകൂടങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് റഹീസ്. അതേസമയം കരീബിയൻ രാജ്യമായ ജമൈക്ക മെലിസ കൊടുങ്കാറ്റിന്റെ ഭീതിയിലാണ്. മണിക്കൂറിൽ 290 കിലോമീറ്റർ വേഗത്തിൽ മെലിസ കൊടുങ്കാറ്റ് ജമൈക്കൻ തീരത്തിനടുത്തേക്ക് നീങ്ങുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും ഇതിനോടകം ജമൈക്കയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. കാറ്റഗറി 5-ൽ മെലീസ കൊടുങ്കാറ്റ് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണെന്നാണ് അമേരിക്ക ആസ്ഥാനമായുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാഷണൽ ഹരിക്കെയിൻ സെന്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊടുങ്കാറ്റ് കനത്ത പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ജമൈക്കയിൽ കനത്ത കാറ്റും കനത്ത മഴയും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജമൈക്കയുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. പ്രദേശത്ത് 101 സെന്റിമീറ്റർ മഴയുണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ്. കൊടുങ്കാറ്റിന്റെ കേന്ദ്ര സമ്മർദ്ദം 909 മില്ലിബാറിൽ നിന്ന് 901 മില്ലിബാറായി കുറഞ്ഞത് കൊടുങ്കാറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. 2005 ലൂസിയാനയിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയ കത്രീന കൊടുങ്കാറ്റിന്റെ കേന്ദ്ര സമ്മർദ്ദം 902 മില്ലിബാർ ആയിരുന്നു. വടക്കൻ കരീബിയൻ പ്രദേശങ്ങളിൽ മെലീസ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായേക്കുമെന്ന വിലയിരുത്തലുണ്ട്. കാറ്റിലും മഴയിലും ഇതിനകം ജമൈക്കയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ ഹെയ്തിയിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1980-ൽ മണിക്കൂറിൽ 305 കിലോമീറ്റർ വേഗത്തിൽ വീശിയ അലൻ കൊടുങ്കാറ്റാണ് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റായി കണക്കാക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. ഗസയിലെ സമാധാന കരാർ തകർന്നു. വീണ്ടും ആക്രമണത്തിന് ഉത്തരവിട്ട ബെഞ്ചമിൻ നെതന്യാഹു എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. വിശദാംശങ്ങൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകും. ശ്രീജിത്ത്, എന്താണ് പെട്ടെന്ന് അത്തരമൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ പോയത്? ആക്രമണം തുടങ്ങിയോ വീണ്ടും ഇസ്രായേൽ ഗസയിൽ? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്നൊരു പ്രകോപനം എന്നതിനെക്കുറിച്ച് നമുക്കും ഇപ്പോൾ വ്യക്തതയില്ല വിജയകുമാർ. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചിന്തിച്ചാൽ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. സമാധാന കരാർ നമുക്കറിയാം, ഒക്ടോബർ 10-നാണ് സമാധാന കരാർ നിലവിൽ വന്നത്. അമേരിക്ക കൂടി ഇടപെട്ട് ഖത്തറും ഈജിപ്തും ഒക്കെ ചേർന്ന് വലിയ സമാധാന കരാറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗസയിൽ ഉണ്ടാക്കിയത്. അതിനുശേഷം കാര്യങ്ങൾ ഏറെക്കുറെ സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അടിയന്തരമായി തന്നെ പ്രതിരോധ സൈനിക മേധാവികളുടെ യോഗം ബെഞ്ചമിൻ നെതന്യാഹു വിളിക്കുന്നു. ആ യോഗത്തിന് ശേഷം എടുത്ത സുപ്രധാനമായ തീരുമാനമാണ് അതിശക്തമായ നടപടി ഗസയിൽ ഹമാസിനെതിരെ ഉണ്ടാകണമെന്ന തീരുമാനം ഇന്നെടുക്കുന്നു. അതിന് പ്രത്യേകിച്ചൊരു പ്രകോപനമായി പറയുന്നത് ഇപ്പോഴും മൃതദേഹങ്ങൾ പൂർണ്ണമായും വിട്ടു നൽകിയിട്ടില്ല എന്ന ഒരു കാരണം മാത്രമാണ് പറയുന്നത്. അതായത് കരാർ പ്രകാരം മൃതദേഹങ്ങൾ പൂർണ്ണമായി വിട്ടു നൽകണം, ബന്ദികളെ വിട്ടു നൽകണം എന്ന കരാറിലുണ്ടായിരുന്ന 20 നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്നായിരുന്നു ആ നിർദ്ദേശം. ആ കരാർ പൂർണ്ണമായും ഹമാസ് ലംഘിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ ആക്രമണം തുടരുകയാണ് എന്നൊരു ആരോപണം കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തുണ്ട്. അത് മുൻകാലങ്ങളിലെല്ലാം ഉള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഹമാസിനെതിരെ അച്ചടക്ക നടപടിക്ക് നിർദ്ദേശം നൽകുന്നതിന്റെ ഭാഗമായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മൃതദേഹങ്ങൾ പൂർണ്ണമായും വിട്ടു നൽകിയിട്ടില്ല. അതായത് കാലങ്ങളായി ഈ കഴിഞ്ഞ 2 വർഷമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലെല്ലാം പിടിച്ചുകൊണ്ടുപോയ ആളുകൾ, കൊലപ്പെടുത്തിയ ആളുകൾ അവരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകണമെന്ന കാര്യത്തിൽ ഹമാസ് ആ കരാർ പൂർണ്ണമായും പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹമാസിനെതിരെ അതിശക്തമായ നടപടി വേണം. ആ നടപടി ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ കൂടി ആകണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതൊരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്ടോബർ 10-ന് കരാർ വന്നതിന് ശേഷം അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗസയിലോ വെസ്റ്റ് ബാങ്കിലോ ഒരു ഇടപെടൽ നടത്താൻ പാടില്ല. പ്രത്യേകിച്ചും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഈ 2 പ്രദേശങ്ങളിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല, സൈനിക നീക്കം ഉണ്ടാകാൻ പാടില്ല എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിനു ശേഷമാണ് തൊട്ട് 2ാമത്തെ ദിവസം പ്രത്യേക യോഗം ചേർന്ന്, അത് സൈനിക മേധാവിമാരുടെയും പ്രതിരോധ മേധാവിമാരുടെയും യോഗം ചേർന്ന് ഉടൻ ഹമാസിനെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിക്കുന്നതും അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. എന്തായാലും 20 കരാർ ഉണ്ടാക്കി അതിനുശേഷം കരാറുമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല സമാധാന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സമാധാന ചർച്ചയുടെ ഭാഗമായി ഈജിപ്തിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം സമാധാന പ്രേമികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. വീണ്ടും ഗസയിൽ ആക്രമണത്തിന് ബെഞ്ചമിൻ നെതന്യാഹു സേനയ്ക്ക് നിർദ്ദേശം നൽകി, അനുമതി നൽകി. സമാധാന കരാർ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ. കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർഷിക സർവകലാശാല ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് വൈസ് ചാൻസലർ ബി അശോകിന്റെ വീട്ടിലേക്ക് SFI പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് SFI പ്രവർത്തകരെ അവിടെ തടഞ്ഞിട്ടുണ്ട്. അത് പോലീസിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഒരു സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഇന്ന് മണ്ണുത്തി സർവകലാശാല ആസ്ഥാനത്തേക്ക് വലിയ പ്രതിഷേധമായിരുന്നു. ഇപ്പോഴിതാ VC-യുടെ വീട്ടിലേക്ക് SFIയുടെ പ്രതിഷേധം. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ പ്രതിഷേധത്തിന് മറ്റു ചില മാനങ്ങളുണ്ട്. പക്ഷേ ഫീസ് വർധന ഒരു വസ്തുതയായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ?
വിജയകുമാർ, രാഷ്ട്രീയമായി തന്നെ SFI അതിനെ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ASFിന്റെയും AIFിന്റെയും വലിയ പ്രതിഷേധം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും CPI മന്ത്രിമാരടക്കം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനിരിക്കുകയാണ്. ഇന്ന് അതിന്റെ, അതായത് ഈ കാർഷിക സർവകലാശാലയിലെ വിവിധ പ്രോജക്റ്റുകളിലേക്ക് അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫീസ് വർധനവ് ഏകദേശം 3 ഇരട്ടിയോളം ഫീസ് വർദ്ധിക്കുന്നു. വെള്ളായണി കാർഷിക കോളേജിലെ ഒരു വിദ്യാർത്ഥി TC വാങ്ങി പോകുന്നു. അതൊക്കെ തന്നെ വിവാദമാകുന്നു. ഒരു രാഷ്ട്രീയമായി തന്നെ CPI ഏറ്റെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPM ഏറ്റെടുക്കുന്നു. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകർ സർവകലാശാലയുടെ VCയുടെ വീട്ടിലേക്ക് തന്നെ B അശോകന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തൃശ്ശൂർ നടന്ന മാർച്ച് സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. അവിടെ പോലീസുമായി വലിയ രീതിയിലുള്ള മതിലൊക്കെ ചാടിക്കടന്ന് SFI പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു. അവരെ അവിടെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു സംഘർഷഭരിത അന്തരീക്ഷമല്ല. കുട്ടികൾ SFI പ്രവർത്തകർ അവിടെ ഇപ്പോൾ അവിടെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. രാവിലെ നമ്മൾ കണ്ടതാണ് മണ്ണുത്തിയിലെ സർവകലാശാല ആസ്ഥാനത്ത് വലിയ സംഘർഷമായിരുന്നു. ഇപ്പോൾ സർവകലാശാല VCയുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കാണ് SFIയുടെ പ്രതിഷേധം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ചേർത്ത് വയ്ക്കാവുന്ന SFIയുടെ ഒരു നീക്കമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. KPCC പുനഃസംഘടനയിലെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചതായി K സുധാകരൻ MP. പറയേണ്ടത് മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ട് എന്നും പ്രതികരണം. സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ മാധ്യമങ്ങളോട് പറയാനാകില്ല എന്നായിരുന്നു AICC അധ്യക്ഷന്റെ പ്രതികരണം. KPCCയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിക്ക് തിരുത്ത് നിർദ്ദേശിച്ചിരിക്കുകയാണ് AICC. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ KPCC നേതൃത്വത്തെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഓരോ നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നു AICC നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും കണ്ടത്. ഓരോരുത്തരോടും കേരളത്തിലെ പ്രശ്നങ്ങളും ഒപ്പം തന്നെ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളും ചോദിച്ചറിഞ്ഞു. ഈ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളാണ് കേരളത്തിലെ അനൈക്യത്തിന് കാരണമാണെന്ന് K സുധാകരൻ തുറന്നടിച്ചത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങുമെന്നും കേരളത്തിലെ ആ നേതാക്കളെ ഉന്നമിട്ടുകൊണ്ട് K സുധാകരൻ AICC നേതാക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതിർത്തിയെല്ലാം നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ മടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. ആ അനൈക്യമുണ്ടാക്കുന്നത് നിർത്തിയാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും, ഇല്ലേ നമ്മൾ വെള്ളത്തിലിറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങ് ഇറങ്ങി വന്നത്. എന്നാൽ പല കാര്യങ്ങളും K സുധാകരൻ തന്നോട് പറഞ്ഞതായും എല്ലാ മാധ്യമങ്ങളോട് തുറന്നു പറയാനാകില്ലെന്നുമായിരുന്നു AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രതികരണം. That he might have told you, but he has told something in our meeting, and that I don't want to disclose, because if we privately talk and make the strategy, can I tell all these strategies to you? എന്നാൽ കേരളത്തിൽ അനൈക്യമില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇങ്ങനെ പോയാൽ തന്നെ ജയിക്കാം, കൂടുതൽ കരുത്തോടെ പോകാം. അദ്ദേഹം ഐക്യത്തിന് കൂടുതലായിട്ട് അടിവരയിടുകയായിരുന്നു. സ്വാഗതാർഹമാണ്. പുനഃസംഘടനയ്ക്ക് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾക്കിടെയായിരുന്നു കേരളത്തിലെ നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തിയത്. അതിലുണ്ടായിരുന്ന അതൃപ്തിയും നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ വേണ്ട ആശയവിനിമയങ്ങൾ നടത്തുന്നില്ല, രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നില്ല, KPCC യോഗം ചേരുന്നില്ല, അങ്ങനെ പല വിമർശനങ്ങളും നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിക്കുകയുണ്ടായി. I am so happy to the High Command that they have taken every small issues into consideration and we have discussed in a very long way. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.